സിബി സത്യൻ, ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇറാനൊപ്പം നിൽക്കുവാൻ സാധിക്കുകയില്ല. 1 കോടിയോളം പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ, പ്രവാസി ഇന്ത്യക്കാരാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം ഇവിടെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറാനൊപ്പം നിൽക്കണം, നിലപാടെടുക്കണം എന്ന്. അത് ശരിയായ കാര്യമല്ലല്ലോ. നിലവിൽ ഇന്ത്യൻ സർക്കാരിന് എന്തായാലും ഇറാനൊപ്പം നിൽക്കാൻ സാധ്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ ട്രംപുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം, പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടും വളരെ അടുത്ത ബന്ധം മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട്, മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇത്തരം വിദേശ നയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുറച്ചു കാലമായിട്ട് നമ്മൾ അത്തരം സ്റ്റാൻഡുകളെല്ലാം വളരെയധികം വെള്ളം ചേർത്തുകൊണ്ട് ഒരു പുതിയ തരം നയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രംപിനെ അനുസരിക്കുകയും ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന് അനുകൂലമായ ഒരു നയം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് മാത്രവുമല്ല, അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു മൈറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇത്രയും വെല്ലുവിളിച്ച ഇറാന്റെ യുദ്ധം തുടങ്ങിയിട്ട് കൃത്യം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവിടുത്തെ സുപ്രീം കമാൻഡറെ കൊലപ്പെടുത്തുക, വളരെ കൃത്യമായ ഫയർ പവർ, വളരെ കൃത്യമായ ഇന്റലിജൻസ്, വളരെ കൃത്യമായ സൈബർ മേൽക്കോയ്മ, ഇത് മൂന്നും വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ശത്രുരാജ്യങ്ങളെ നിലംപരിശാക്കുന്ന ഒരു വലിയ സ്ട്രാറ്റജി. അതായത് നമ്മൾ മനസ്സിലാക്കണം, വളരെ അപരിമിതമായ ശക്തി ഒരു ഭ്രാന്തൻ സ്വഭാവമുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതാണ് ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഈ വെനസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഉപയോഗിച്ച ഒരു ഉപകരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഡിസ്കോംബോബുലേറ്റർ എന്നോ മറ്റോ പറയുന്ന ഒരു സൂപ്പർസോണിക് ഉപകരണത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് അത് ആൾക്കാരെയും മറ്റേ റേഡിയോസിനെയും അങ്ങനെ എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെയും മനുഷ്യരെ അടക്കം നിർവീര്യമാക്കി കുറെ നേരം നിർത്തിയിട്ടാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള വളരെ അത്യന്താധുനികമായ ആയുധങ്ങളും സംഭവങ്ങൾ, അത് പ്രഹരശേഷി നോക്കുക യുഎസിന്റെ വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ്. നമ്മളുടെ ഇറാനിയൻ പെൺകുട്ടികൾ പഠിച്ച സ്കൂള് തകർത്തത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ കൃത്യമായ എന്താ പറയുക സൈനിക ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ സൈനിക ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അവർ കൃത്യമായിട്ട് ആക്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സാധനം എക്കണോമി ഓഫ് ദ വാർ ആണ്. അതായത് ഇപ്പം ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായിട്ട് അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഓരോ ഡ്രോണും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ 2-3 ഇന്റർസെപ്റ്റർ മിസൈൽ വെച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. ഇത് ഓരോന്നിനും കോടിക്കണക്കിന് രൂപയാണ് വില. അതിന്റെ ഒരു കൃത്യമായിട്ടൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിഷയം ഉണ്ടായപ്പോൾ ഇന്ത്യയിലേക്ക് അയച്ച കാമികാസെ ഡ്രോണുകളുണ്ട്. അതിന് ഏതാണ്ട് $20,000 വില. അതിനെ തകർക്കാൻ നമ്മൾ അയച്ച ട്രയംഫ് എന്ന് പറയുന്ന മിസൈൽ, ഇന്റർസെപ്റ്റർ മിസൈലിന് ഒരെണ്ണത്തിന് $20 ലക്ഷം. അതായത് $20,000 ഒരു സാധനത്തിനെ നശിപ്പിക്കാൻ $20 ലക്ഷം ഒരു എന്താ പറയുക ഒരു മിസൈലാണ് നമ്മൾ അയക്കുന്നത്. ഇതുപോലെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവിടത്തേക്ക് വരുന്ന ഓരോ മിസൈലും 3, 4, 5 ഇന്റർസെപ്റ്റർ മിസൈലുകൾ, ഓരോ ഡ്രോണിനും 3, 4, 5 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വെച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ $20,000, $15,000 വിലയുള്ള ഇത്തരം ഉപകരണങ്ങളെ തകർക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് എത്രയോ കോടി രൂപയാണ്, അതിന്റെ എത്രയോ ഇരട്ടി രൂപയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഭയങ്കര കോസ്റ്റ് എസ്കലേഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എക്കണോമി ഓഫ് ദ വാറിൽ ഇത് ഈ പറഞ്ഞ അമേരിക്കയുടെ മുഴുവൻ ആയുധ കമ്പനികൾക്കും അതിഭയങ്കരമായ ബിസിനസ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം 5 ദിവസം കഴിയുമ്പോൾ നിലവിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ അവസാനിക്കുകയും ഈ സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ വാങ്ങിക്കൂട്ടാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്യും. ഇതൊരു വലിയ ബിസിനസ് ആണോ ആ തരത്തില്? രണ്ടാമത്തത് വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ നോക്കുക, അമേരിക്ക അതിന്റെ ആയുധങ്ങളുടെ ഒരു സുപ്രീമസി ലോകത്തെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ്. ഇതുവരെ ഡിസിസീവായ ഒരു മൊമെന്റിലേക്ക് ആ യുദ്ധം ചെല്ലാൻ പറ്റിയിട്ടില്ല. ഇത്രയും കഴിവുള്ള, ഇത്രയും കപ്പാസിറ്റി, ആണവ കപ്പാസിറ്റിയുള്ള, ഇത്രയും ആയുധങ്ങളുള്ള റഷ്യക്ക് ഇതുവരെ ഉക്രൈനെ കീഴടക്കാൻ കഴിഞ്ഞ 4 വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ അവസാനം പോലും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ പറഞ്ഞ അമേരിക്ക പോലുള്ള രാജ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം എല്ലാ ലീഡർഷിപ്പിനെയും നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഫയർ പവർ ഇടയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ യുദ്ധത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ചൈനീസ് സംവിധാനങ്ങളുടെ പരാജയമാണ്. അതായത് അമേരിക്കയുടെ എല്ലാ ആയുധങ്ങളും ട്രൈഡ് ആണ്. അതേസമയം ചൈനയുടെ സംവിധാനങ്ങൾ, ചൈന നമ്മളൊരു സൂപ്പർ പവർ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു വലിയ സൈനിക പവറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ചൈനയുടെ ഒരു സന്നാഹങ്ങൾ ഇതുവരെ എവിടെയും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്യപ്പെട്ട 2 സ്ഥലങ്ങൾ, ഒന്ന് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. കാരണം ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ മിസൈലുകളും ലക്ഷ്യം ഭേദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വൻ നാശനഷ്ടം പാകിസ്ഥാനിൽ ആ കാലത്തുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ ചൈനീസ് സംവിധാനം, ചൈനയുടെ പ്രതിരോധം ഒന്ന് പരാജയപ്പെട്ടു. രണ്ടാമത് ഇപ്പൊ ഇറാനിലെ കംപ്ലീറ്റ് ആയിട്ട് നിരത്തിയിരിക്കുന്ന ചൈനീസ് പ്രതിരോധമാണ് എന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കൻ മിസൈലുകൾ പ്രതിരോധിക്കാൻ അവിടെ ചൈനീസിന്റെ ആ ഒരു പ്രതിരോധ സംവിധാനവും പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോക ആയുധ വിപണിയിലേക്ക് ഏറ്റവും മികച്ച സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ കഴിവുള്ളവരാണ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ സെയിൽസ് പിച്ച് കൂടാണ് അമേരിക്ക ഈ യുദ്ധം വഴി കാഴ്ചവെക്കുന്നത്. അപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിലവില് കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അവർ വൻതോതിൽ വാങ്ങിക്കൂട്ടും. അത് വലിയൊരു എക്കോണമി ബൂസ്റ്റ് അമേരിക്കയിലെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്കൾ ആദ്യം പറഞ്ഞു ഇപ്പോൾ ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ആക്രമണ ശേഷി അത് കുറഞ്ഞിട്ടുണ്ട് എന്ന്, 80% കുറഞ്ഞു എന്നാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ അടുത്ത സമയത്ത് നടന്ന ആക്രമണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആക്രമണ ശേഷി കുറഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഖത്തർ തന്നെ പ്രതികരിക്കുകയുണ്ടായല്ലോ, ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞുവെന്ന്. അമേരിക്കൻ വാദത്തിനിടെ ബഹ്റൈനിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അവിടെ ഹോട്ടലും 2 അപ്പാർട്ട്മെൻറ്റുകളും ലക്ഷ്യമിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഖത്തറിൻ്റെ ബഹ്റൈൻ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഖത്തർ അമീറി നാവികസേന അംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പരിക്കേറ്റു എന്നുള്ളേ ഉള്ളൂ, പരിക്കേറ്റിട്ടില്ല എന്നാണ്, അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഇതിൽ ഖത്തർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട് ഇറാനെതിരെ. സമാനമായ രീതിയിൽ മറ്റ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ മിസൈൽ ആക്രമണം, അത് സൗദി അറേബ്യ തടഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുവൈറ്റിൽ ഇറാനിയൻ ആക്രമണം നടന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മനാമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോട്ടലും 2 അപ്പാർട്ട്മെൻറ്റുകളും ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു. UAE അവിടെ നടന്ന ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ. അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിട്ട് ഈ ആക്രമണം അവർ കേന്ദ്രീകരിക്കുകയാണ്. മഞ്ജുഷേ, നമ്മൾ ഇറാൻ കംപ്ലീറ്റ് നിർവീര്യമായി അല്ലെങ്കിൽ ആയുധം വെച്ച് അടിയറവ് പറഞ്ഞു എന്നല്ല നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഇപ്പൊ റിപ്പോർട്ട്സുകൾ അനുസരിച്ചിട്ട് 80% കുറവുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ പറയുക, ബറാജ് ഓഫ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ്. അതായത് 100 കണക്കിന് മിസൈൽസ്, 100 കണക്കിന് ഡ്രോൺസ് ഒരേ സമയം മൾട്ടിപ്പിൾ ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ അതിന്റെ ഇന്റൻസിറ്റി ഇപ്പൊ കുറഞ്ഞ് 3, 4, 5, 10 അല്ലെ സിംഗിൾ ഡ്രോൺ ഒക്കെ ആയിട്ട് അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു, ഇന്റൻസിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് കറക്റ്റ്. എന്നാൽ നാശാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഞാൻ ശ്രീ യൂസഫ് അലി സാർ പറഞ്ഞതോടെ ഞാൻ കടമെടുക്കുകയാണ്. കാരണം പല മീഡിയകളും ഇതാ ഓടിക്കോ, എന്തും സംഭവിക്കാം, ഇവിടെ മുഴുവൻ ഇടിഞ്ഞു വീഴുകയാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇന്റൻസിറ്റിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒബ്വിയസ്ലി മുമ്പേ ശ്രീ മോഹൻഭാഗ് പറഞ്ഞു പോണക്ക് തന്നെ ഇത്രയും മിസൈലുകളൊക്കെ വരുമ്പം അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളാണ് വീഴുന്നത്. ഒരു ഡയറക്റ്റ് ഹിറ്റ് ഒരു അപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിലേക്കോ ഒരു ഡയറക്റ്റ് ഹിറ്റ് വന്ന് അങ്ങനെ വലിയൊരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അതോടൊപ്പം 2 കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞു ഏകദേശം 900 മില്യൺ ആണ് എക്സ്പെൻസ് അമേരിക്കയ്ക്ക് വരുന്നത് എങ്കിൽ ഏകദേശം 1.1 ബില്യൺ ടു 1.2 ബില്യൺ പെർ നൈറ്റ് എക്സ്പെൻസ് ആണ് ഈ പറഞ്ഞ പാട്രിയറ്റ് സിസ്റ്റം മിസൈലുകളുടെ ഡിഫൻസും കാര്യങ്ങളും ഒക്കെ ഗൾഫ് കൺട്രിക്ക് ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിർവീര്യമാക്കാനായിട്ട് അവർ സ്പെൻഡ് ചെയ്ത് വരേണ്ടത്. അപ്പൊ വിച്ച് മീൻസ് ഏകദേശം $2 ബില്യൺ റഫ്ലി എസ്റ്റിമേറ്റ് ആണ് വരുന്നത് നമ്മൾക്ക് ഈ ഒരു യുദ്ധത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് ഇൻഡയറക്ട് ഇമ്പാക്ട് ഓൺ ഗൾഫ് കൺട്രീസ്, ഇൻഡയറക്ട് ഇമ്പാക്ട് ഓൺ നമ്മൾക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, മലയാളികൾക്ക്. കാരണം ജോലികൾ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റു യാത്രകൾ മുടങ്ങുന്നു. അങ്ങനെ യാത്രയുടെ കാര്യം പറഞ്ഞപ്പം ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അമേരിക്കൻസും ആയിരക്കണക്കിന് ഇന്ത്യക്കാരും അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സും അവിടെ ഗൾഫ് കൺട്രീസിൽ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് വളരെ സർപ്രൈസിങ് ആണ്. കാരണം ഒരു ഗവൺമെന്റ്, അമേരിക്കൻ ഗവൺമെന്റോ ഇന്ത്യ ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗവൺമെന്റും ആ ഒരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്നൊരു ആക്ഷേപവും വരുന്നുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും എല്ലാവരോടും തീരുമാനിക്കുകയാണ്, ഓക്കെ ഒരു ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, എല്ലാവരും ഇറങ്ങിപ്പോട്ടെ, ഇനി പോകേണ്ട ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോലും ഇത്തവണത്തെ ഈ ഒരു യുദ്ധം വന്നിട്ടില്ല എന്നുള്ളതോടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.